അപ്പോൾ ഇന്ന് നമ്മൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞാൽ നസ്രിയായും നമ്മുടെ ബേസിലോ ബേസിലെന്ന ഏറ്റവും പുതിയ പടത്തിൻ്റെ ഒരു പ്രോമോ സോങ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു ദുരൂഹ മന്ദഹാസമി അല്ലേ, അങ്ങനെ തന്നെ അല്ലേ അത്? അപ്പോൾ അതിൻ്റെ പോസ്റ്റർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? പോസ്റ്റർ കുറച്ച് രസമുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഡയറക്ടർ MC എന്ന് പറഞ്ഞ ഒരാളാണ്, MC ജിതിൻ അല്ലേ. അദ്ദേഹം ഇതിനു മുമ്പ് നോൺസെൻസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്, നമ്മൾ ജോർജൊക്കെ അഭിനയിച്ച ബിഗ് ബോസിൽ അറിയാലോ. അപ്പം നല്ല സിനിമയായിരുന്നു, പക്ഷെ അത് അത്ര കണ്ട് വിജയിക്കാത്തൊരു സിനിമയാണ്. സോ അയാളുടെ രണ്ടാമത്തെ സിനിമയാണ് മ്യൂസിക് ആണോ? ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ പ്രൊമോ സോങ് ഒന്ന് കണ്ടു നോക്കാം. ഒന്ന് പ്ലേ ചെയ്തേട്ടാ. 2 മണിക്കൂറായുള്ളൂ അറിയാം. പിടികിട്ടാപ്പുള്ളിയാണോ ബേസില്? രസമാണോ പാടിയിരിക്കുക? നോ കഫേ. നസ്രിയാണോ പാടിയിരിക്കുന്നത്? അല്ല, ആദ്യ ടൈപ്പോടാണോ അറിയില്ല, അതായിരിക്കും റെഫറൻസ്. എല്ലാവരും ഉണ്ടല്ലോ. ചെറിയ സ്പേസ് ഇല്ല, മൊത്തം ചെയ്യുന്നത്. ഡൗൺ റോഡൻ നല്ല കളറാണ്. ഡൗൺ റോഡിനുള്ള ഡയറക്ടർ അത് തന്നെ ഇതിൻ്റെ വീഡിയോ ആക്ഷൻ MC സമീർ താങ്കറാണല്ലോ. നവംബർ 22 റിലീസ്. ഓ അടുത്താണോ? നവംബറിൽ എത്ര പടമാണ്? നവംബർ അത്ര നല്ല മാസം? നവംബറാണല്ലോ. അല്ല, അത്ര നല്ല മാസമാണോ? സമീർ താങ്കറിനെ എഴുതി കാണിച്ച എന്തായിരുന്നു? DOP ആണോ? പ്രൊഡ്യൂസർ. ഓക്കെ. DOP സാമ്പൽ. ഹാപ്പി അവേഴ്സിൻ്റെ പ്രൊഡക്ഷനിലാണ്. ഇത് എനിക്ക് തോന്നുന്നത് ബേസിൽ കള്ളനായിട്ടാണോ, മീൻസ് പോസ്റ്ററിനകത്ത് അങ്ങനെ ആയിരുന്നു. പുള്ളി നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടോ, പുള്ളി ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഹൂഡനിറ്റ് എന്ന് പറഞ്ഞ സംഭവമല്ല, ലൈക്ക് കള്ളൻ. അതായത് എന്തെങ്കിലും ഒരു ഇത്, അതായത് അത്ര വരെ അല്ല, അത് എപ്പോഴും ചെറിയ സ്പേസിലായിരിക്കും അങ്ങനത്തെ പടങ്ങൾ. അതെ, പടം ഭയങ്കര ചെറിയ, പടത്തിൽ വളരെ ചെറിയ കാസ്റ്റാണ്. പിന്നെ മറ്റൊരു ലൈനുണ്ട്, ചിലപ്പോൾ ഭാര്യയും ഭർത്താവായിരിക്കും, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയമായിട്ട് കുറേ കണക്കുന്ന പരിപാടിയായിരിക്കും. ആ ഒരു ലൈനും തോന്നാം, പറയണൊക്കെ അല്ലേ. ഈ ജോഡി വന്നിട്ടില്ലല്ലേ? ഇല്ല, ഒരു ഫ്രഷ് ജോഡിയാണ് ഇവർ തമ്മിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആകാം, അങ്ങനെ ആയിരിക്കണം. ഊഹാപോഹങ്ങൾ ആയി തോന്നുന്ന വിളിച്ച് പറയുകയാണല്ലോ. പോഹങ്ങൾ. അതെ. ഇതൊരു നവംബർ 22. അപ്പോൾ ഉടനെ തന്നെ ടീസർ ട്രെയിലർ പരിപാടികളൊക്കെ ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. വരട്ടെ, രസമുണ്ട്. മീൻസ് ഇതിൻ്റെ പോസ്റ്റേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രസ് ആകുന്ന സാധനങ്ങളാണ് പടത്തിൻ്റെ. ഇതിൻ്റെ പ്രസന്റേഷൻ രസമുണ്ട്. ഇപ്പം ഇതാണെങ്കിലും ഭയങ്കര ചെറിയ സ്പേസ് ആണ്, പക്ഷെ അതിനകത്തൊരു പാട്ട്. അതെ, ഈ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ എനിക്ക് കിട്ടിയ സംഭവം, ഈ ഇവള് വീട്ടിലാണ്, നസ്രിയുടെ ക്യാരക്ടർ വീടിനകത്ത് തന്നെ, ഇവനാണ് വീട്ടിലേക്ക് വരുന്ന ഒരു ഇൻട്രൂഡർ എന്നുള്ള ലൈനാണ്. അങ്ങനെയാണ് ആ പോസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു ലൈൻ. അപ്പോൾ മേ ബി ഈ ക്യാരക്ടറിനെ എന്തെങ്കിലും ഒരു ഇപ്പോൾ നമ്മുടെ ഡിസ്റ്റർബിയ സിനിമയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പടമുണ്ട് എന്നാണ് ഹിക്കിക്കൊമോറോ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറുണ്ട്. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു കൾച്ചറാണ്.
അത് ജപ്പാനിലെങ്ങാണ്ടാണ് തോന്നുന്നത് അതിൻ്റെ ഇത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ചില ഫോബിയ പോലെ അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ തന്നെ ഇരിക്കും എപ്പോഴും. അവർ വീടിൻ്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി പോലും പോകുന്നില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് ഒരു കൾച്ചറായിട്ട് ഹിക്കിക്കോമോറോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കൂടാതെ ചിലർക്ക് ഈ പറഞ്ഞ ചില ഒരു ഫോബിയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ലൈക്ക് എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ഭയങ്കര റാൻഡമായിട്ടൊരു സാധനം അടിച്ചുവിടുവാണ്. അല്ല ഇതിനകത്ത് ഇപ്പം അവള് ഒരു സ്പെസിഫിക് ആളെ തന്നെയാണല്ലോ നോക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ അറിയാവുന്ന ഒരാളല്ലേ ഇപ്പൊ കള്ളൻ. അത് തന്നെ ഇപ്പൊ മേ ബി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ വീട്ടിൽ കയറണം. ഇപ്പൊ നമ്മുടെ ഹോം അലോണൊക്കെ പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഫോട്ടോ ഇപ്പുറത്ത് നോ കഫേ അങ്ങനത്തെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല. അല്ല എനിക്ക് തോന്നുന്ന സംഭവം ഇവളിപ്പോൾ ഇവൻ വീട്ടിൽ മോഷ്ടാവാണെങ്കിൽ ഇവൻ വീട്ടിൽ കയറുമ്പോഴോ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരാൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരാൾ എങ്ങനെ ആയിരിക്കും വീട്ടിൽ കയറിയത് ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. മീ ഒരു റാൻഡായിട്ട് ഒരു പരിപാടി വന്നില്ല. പോസ്റ്ററൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വിടുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുമായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാകത്തില്ല പടത്തിൽ. ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ കഥയൊക്കെ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ചുമ്മാ എന്ത് കണ്ടാലും നമ്മൾ അതിനകത്തുനിന്ന് ഒരു ലൈൻ ഉണ്ടാക്കുമല്ലോ. അതുപോലെ അതിന്റെ ഭാഗമായി സ്കൂട്ടറിന്റെ ഡിക്കിക്കകത്ത് എപ്പോഴും ഒരു 15 കഥ കാണും. അതെ ഡിക്കിക്കകത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്? അടിക്കടിക്ക് വെച്ചേക്കാം. അതെ ഡിക്കിയിൽ ഇതിട്ട് ഞാൻ ഓരോ ഡയറക്ടർമാരെ വീട്ടിൽ ചെന്ന് പത്രം എടുത്തുപോലെ ഓരോ സ്ക്രിപ്റ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെ പിടിച്ചോ ഇത് ത്രില്ലർ അല്ലേ, ഇത് ആക്ഷൻ, ഇത് കോമഡി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആർക്കും വേണ്ട മലയാള സിനിമയ്ക്ക് കുറച്ച് നല്ല സിനിമകൾ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാലല്ലേ സമ്മതിക്കില്ല എന്ന് പറയുന്നതല്ലേ. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് തന്നെ ഭാര്യയാണല്ലോ വീട്ടിൽ മെയിനായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. മേ ബി അങ്ങനെ ആകാം, അതുകൊണ്ടേ പറഞ്ഞത്. കാരണം ഇവർ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി, മറ്റൊരാളെ ഫോളോ ചെയ്യുന്നു. കൂട്ടുകാരികളാണോ മറ്റേ 3 ക്യാരക്ടേഴ്സ്, മേ ബി അവരും പടത്തിൽ മെയിൻ ആയിരിക്കും. അവര് കാരണം അതിന്റെ വിഷ്വൽസ് കാണിച്ചില്ലേ, അതിനകത്തൊരു നോർമൽ ഇതാണ്. ഇപ്പൊ ഇവരെ ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത് കൊണ്ട് ഈ വേഷത്തിൽ ഈ പാട്ട് ചെയ്തായിരിക്കും ഇങ്ങനെ എല്ലാവർക്കും. അത് തന്നെ ഡിറ്റക്റ്റീവ് അവർ ചെയ്യുന്ന അന്വേഷണം ആയതുകൊണ്ട് ഈ ലൈനിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇവളിങ്ങനെ മറ്റേ ഈ സൂക്ഷ്മദർശിനി ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ദൂരെയുള്ള കാര്യങ്ങള് സൂക്ഷ്മദർശിനി. എന്തായാലും നവംബർ 22 മറ്റേ വേർഡ്സ് വെച്ചുള്ള കളിയായത്. സൂക്ഷ്മദർശിനി, ദുരൂഹ സാഹചര്യമേ, മന്ദഹാസമേ. മന്ദഹാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചിരി. അപ്പൊ ദുരൂഹ മന്ദഹാസം എന്ന് പറഞ്ഞാൽ നിന്റെ ചിരിയിൽ ദുരൂഹതയുണ്ട്. കള്ളച്ചിരി, മനസ്സിൽ മറ്റൊന്ന് വെച്ചോണ്ട് ചിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും ആയിരിക്കത്തില്ല. ഇവന്മാരെന്തോന്നീ കാണിക്കുന്നത് അല്ലേ? ഇവരൊക്കെ പറഞ്ഞു വിടറ ഇവന്മാര്. വെറുതെ അല്ലടാ നീ സിനിമ ചെയ്യാത്തത് അല്ലേ? വെറുതെ അല്ലടാ നീ ഒരു കഥ ആരും എടുക്കാതെ വന്ന്. എനിവേ നമുക്ക് ഇതിന് ടീസറോ ട്രെയിലറോ ഒക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കഥകൾ പറയാം. അത് കണ്ടിട്ടുണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കമൻറ്റ് ഇടണമെങ്കിൽ കമൻറ്റ് ഇടാം. കമൻറ്റ് ഇടൂ, നല്ലതായിരിക്കും. നിങ്ങൾക്ക് പലതും ചെയ്യാനുണ്ട്. അതെ. പിന്നെ നിങ്ങളുടെ ഒരു ക്ലിക്ക്, സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് നമ്മുടെ ചാനലിന് ഒരു സബ്സ്ക്രൈബ് നേടിത്തരുന്നതായിരിക്കും. അതെ.